ഇന്ന് നല്ലൊരു ഡെലീഷ്യസ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ ഞാനിതൊരു ഫ്രൈങ് പാനിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യാനിടുന്നുണ്ട്. ഈ ചിക്കൻ്റെ മാരിനേഷൻ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കട്ട തൈരും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പുളിയില്ലാത്ത തൈരാണ് ബെറ്റർ. ഇനി ഒരു സോസ് പാനിലേക്ക് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 50 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബട്ടർ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സവോള നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അത് വഴറ്റി കൊടുക്കാം. പിന്നെ 3-4 വറ്റൽ മുളക്, 5-6 അല്ലി വെളുത്തുള്ളി, 3-4 പച്ചമുളക്, 2 തക്കാളി, അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടി പരിപ്പ്, ഒരു 100 ഗ്രാം ഉണ്ടാവും. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കനാണിത്. ഇനി ഈ ഒരു മസാലകളൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, കസൂരി മേത്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രഷ് ക്രീം, ഇതിലേക്ക് നന്നായിട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബട്ടറും ഫ്രഷ് ക്രീമുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ മുമ്പിൽ വേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇത് നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഫ്രഷ് ക്രീമും ബട്ടറും, പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും കസൂരി മെത്തിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഒരു ബട്ടൂരയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം. ഞാനിവിടെ പൂരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചൂടോട് കൂടി ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.